മംഗല്യത്താലി. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. 10 മണിയോട് കൂടി ഹരി ഓഫീസിലേക്ക് പോകുവാനായി റെഡിയായി വന്നു. ഭദ്രയ്ക്ക് ഒറ്റയ്ക്കിരിക്കുവാൻ ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ വേറെ നിർവാഹമൊന്നുമില്ല. ഭദ്ര, ഹരി വിളിച്ചതും അവളൊന്ന് ഞെട്ടി നോക്കി. തനിക്ക് പേടിയാണെങ്കിൽ വേഗം റെഡിയായിക്കോളൂ, ഞാൻ പോളേട്ടൻ്റെ വീട്ടിലാക്കാം. വേണ്ട ഹരിയേട്ടാ, കുഴപ്പമില്ല. ഹരിയേട്ടൻ പോയിട്ട് ഉച്ചയാകുമ്പോൾ തിരിച്ചു വരില്ലേ? ഓഫീസിലെ കാര്യമായതുകൊണ്ട് കൃത്യമായിട്ടൊന്നും പറയാനാവില്ല. ചിലപ്പോൾ ഇറങ്ങാൻ നേരത്തായിരിക്കും ഏതെങ്കിലുമൊക്കെ ക്ലയൻ്റ് എത്തുന്നത്. പിന്നെ അവരോട് സംസാരിച്ചിരിക്കും. നേരം പോകുന്നത് പോലും അറിയില്ല. ഹരിയേട്ടൻ മാക്സിമം നോക്കിയാൽ മതി. എന്തൊക്കെയായാലും എല്ലാ ദിവസവും പോളേട്ടൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് ജീവിക്കാം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇന്ന് എന്തായാലും താൻ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ട. ഈ ഏരിയയിൽ ആരെയും തനിക്കത്ര പരിചയമില്ലല്ലോ. ഒക്കെ ശരിയാ, എന്നാലും എനിക്കെന്തോ മടി പോലെ. അതൊന്നും സാരമാക്കണ്ട. അവിടെയാകുമ്പോൾ എനിക്ക് സമാധാനത്തോടെ ഓഫീസിലിരിക്കാം. വേറെ ആരും ഇല്ലടോ. ബീന ചേച്ചി, പിന്നെ ഏട്ടൻ്റെ പ്രായമായ ഒരമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹരി ഏറെ നിർബന്ധിച്ചാണ് ഭദ്രയും അവനോടൊപ്പം ഇറങ്ങിയത്. ഇന്നലെ വരെ ഓരോരോ ബ്രാൻഡഡ് കാറുകളിലായി ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഹരി ഇന്നൊരു ഓട്ടോറിക്ഷയിലാണ് ടൗണിലേക്ക് പുറപ്പെട്ടത്. എന്തോ അവളെ തനിച്ചാക്കിയിട്ട് പോകുവാൻ ഹരിക്ക് വല്ലാത്ത പേടിയായിരുന്നു. ഒരുപാട് ദൂരമുണ്ടോ ഹരിയേട്ടാ? ഏയ് ഇല്ലെന്നേ, ഒരു 10 മിനിറ്റ് കൂടി. മീര ടീച്ചറിൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്ത് കഷ്ടാണോ, അവൾ സ്വയം പറഞ്ഞു. മീര ടീച്ചറുടെ അടുത്ത് നിൽക്കുന്നതാണ് ഇനി ഏറ്റവും വലിയ കുഴപ്പം. അതിനെക്കുറിച്ച് തനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാടോ. എൻ്റെ അമ്മയെ എനിക്കല്ലേ അറിയൂ. കൊന്നു കളഞ്ഞ കളയട്ടെ ഹരിയേട്ടാ. ഈ ലോകത്തുനിന്ന് പോയി കിട്ടിയാൽ അത്രയും സമാധാനം. വളർത്താൻ പറ്റില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഇത് അന്നേ ചെയ്തു കൂടായിരുന്നോന്ന് ഞാൻ ഒരുപാട് ഓർത്തിട്ടുണ്ട്. എന്തിനാ ഈ ഭൂമിയിൽ എല്ലാവർക്കും ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? അവൾ അത് പറഞ്ഞപ്പോൾ ഹരി ഇടത് കാതിൽ പിടിച്ച് നന്നായി ഒന്ന് കിഴുക്കി വിട്ടു. നിന്നെ നിന്നെ എനിക്ക് വേണം പെണ്ണെ. എൻ്റെ ജീവൻ്റെ ജീവനല്ലേ നീ. ഈ ഹരിനാരായണന് വേണ്ടിയല്ലേ നീ ജനിച്ചതുപോലും. ഇനിയുള്ള കാലം മുഴുവൻ ഈ ഹരിയോടൊപ്പം നീ ഉണ്ടാവണം, എൻ്റെ പാതിയായിട്ട്. ബാക്കിയൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. അവളുടെ കാതോരം മെല്ലെ അവൻ പറഞ്ഞു. എന്നിട്ട് ഭദ്രയുടെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞു വരികയാണ് അവൾക്ക്. കരയരുത് കേട്ടോ, അതെനിക്ക് സങ്കടാകും. വീണ്ടും അവൻ്റെ ശബ്ദം. പോളേട്ടൻ്റെ വീട്ടിലെത്തിച്ചേർന്നപ്പോൾ ബീന ചേച്ചി വാതൊക്കെ തന്നെ ഇറങ്ങി നിൽപ്പുണ്ട്. ഓടിട്ട ഒരു കൊച്ചു വീട്, മുറ്റത്ത് നിറയെ പലതരത്തിലുള്ള റോസാ ചെടികൾ, ഒപ്പം ബോൾസും 4 മണി പൂക്കളും. ഒരുപാട് പ്രായമായ ഒരമ്മച്ചി ഉമ്മർത്തൊരു കസേരയിലിരിപ്പുണ്ട്. അരഭിത്തിയിൽ കൈകൾ ഊന്നി അവൾ പതിയെ എഴുന്നേറ്റു. ആരാ ബീനെ വന്നത്? അവർ ഉറക്കെ ചോദിച്ചു. മംഗലത്തെ ഹരിക്കുട്ടനും പെൺകൊച്ചുവാ അമ്മച്ചി, ബീന വിളിച്ചു പറഞ്ഞു. ഓട്ടോക്കാരൻ വണ്ടി തിരിച്ചിട്ട നേരം കൊണ്ട് ഹരി ഭദ്രയെയും കൂട്ടി വീട്ടിലേക്ക് കയറി. പോളേട്ടൻ ഇവിടെ ഇല്ലേ ചേച്ചി? ഇല്ല മോനെ, ഓഫീസിലേക്ക് എന്തോ ആവശ്യത്തിന് ചെല്ലണമെന്ന് മോൻ പറഞ്ഞില്ലായിരുന്നോ? ഓ ശരിയാ, ഞാനത് മറന്നുപോയി. ഹരിയും ഭദ്രയും അമ്മച്ചിയുടെ അടുത്ത് വന്ന് നിന്നു. ആഹാ, ഹരിക്കുട്ടനായിരുന്നോ? അവർ സ്നേഹത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു. അമ്മച്ചി സുഖമാണോ? ഓ വയ്യാണ്ടായി കുഞ്ഞേ. ഇനി കർത്താവ് വിളിക്കുമ്പോൾ അങ്ങ് പോണം, അതേ ഉള്ളൂ. പല്ലില്ലാത്ത മോണ കാട്ടി അമ്മച്ചി ചിരിച്ചു. മോനെ, കാപ്പി എടുക്കട്ടെ? വേണ്ട ചേച്ചി, എനിക്ക് ഉടനെ പോണം. ഭദ്രയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരാൻ എനിക്കൊരു മടി, അതുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനെന്താ മോനെ, ഒരു കുഴപ്പമില്ല, മോളിവിടെ നിന്നോളും. ഈ കാര്യം ഇന്നലെ പോളേട്ടൻ എന്നോട് പറഞ്ഞതുമാ. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയാ ഞാൻ ചോദിക്കാഞ്ഞത്. ബീന പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ വേഗം വരാം ചേച്ചി, ഇന്ന് ഒരുപാട് തിരക്കൊന്നും കാണില്ല. അണിയേട്ടൻ ഇന്ന് ഐശ്വര്യയുടെ വീട്ടിൽ പോണം, അതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ സാരമില്ല.
മോൻ ധൈര്യമായിട്ട് ഓഫീസിൽ പോയിക്കോ. ഭദ്രമോൾ ഇവിടെ നിന്നോളും. ഓട്ടോ വെയിറ്റ് ചെയ്യുക ഭദ്ര. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം കേട്ടോ. താൻ വിഷമിക്കണ്ട, ചേച്ചിയുണ്ടല്ലോ ഇവിടെ. അവൻ പറഞ്ഞപ്പോൾ ഭദ്ര ഒന്ന് തലയാട്ടി. അവളുടെ കവിളിൽ ഒന്ന് തട്ടിയ ശേഷം ഹരി വേഗം മുറ്റത്തേക്കിറങ്ങി. ഹരി പോയതും ഭദ്രയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമായിരുന്നു. നെഞ്ചിലൊരു ഭാരം തിങ്ങി നിൽക്കും പോലെ അവൾക്ക് തോന്നി. ഒന്ന് പൊട്ടിക്കരയാൻ അവളുടെ ഉള്ളം തുടികൊട്ടി. മോളെ ഭദ്രേ, ബീന ചേച്ചി വിളിച്ചതും ഭദ്ര തിരിഞ്ഞു നോക്കി. വരൂ മോളെ, ചേച്ചി കാപ്പി എടുക്കാം. ഒന്നും വേണ്ട ചേച്ചി, ഞാനും ഹരിയേട്ടനും കഴിച്ചിട്ടാ വന്നത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മോളിവിടെ ആദ്യമായിട്ട് വരുന്നതല്ലേ. ഇത്തിരി കാപ്പി എടുക്കാം. നല്ല ചീമച്ചേമ്പ് പുഴുങ്ങിയതുണ്ട്, കാന്താരി ചമ്മന്തി. ബീന അവളെ നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി. ചേച്ചി, അമ്മച്ചി ഒറ്റയ്ക്ക്. അത് കുഴപ്പമില്ല, അവിടെ ഇരുന്നോളും. അമ്മച്ചിക്ക് അതാ ഇഷ്ടം. ആളുകളെയൊക്കെ കാണാലോന്നേ. ബീനയോടൊപ്പം അടുക്കളയിലേക്ക് പോകുമ്പോൾ ഭദ്ര ആ വീടാകമാനം ഒന്ന് നോക്കി. നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു കൊച്ചു വീട്. ചെറിയൊരു ഹോളും 2-3 റൂമുകളുമാണുള്ളത്. അടുക്കളയിൽ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വളരെ വൃത്തിയായി കഴുകി കമഴ്ത്തി വച്ചിരിക്കുന്നു. നീളത്തിൽ ഒരു ഡെസ്കും ബെഞ്ചും ഇട്ടിട്ടുണ്ട്. അവരതിലേക്ക് കൊണ്ടുപോയി ഭദ്രയെ ഇരുത്തി. മോൾ ഇവിടെ ഇരിക്ക്, ചേച്ചി കാപ്പി എടുക്കാം. അവർ പെട്ടെന്ന് ഗ്യാസ് സ്റ്റൗ കത്തിച്ചു. എന്നിട്ടൊരു ചരുവം എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഏലക്കയും ജീരകവും ഉലുവയും കൂട്ടി വറുത്തു പൊടിച്ച നാടൻ കാപ്പിപ്പൊടി ഉണ്ടായിരുന്നു. ആവശ്യത്തിന് മധുരവും കടുപ്പവും ചേർത്ത് നന്നായി ഇളക്കി നല്ല അസല് കാപ്പി തയ്യാറാക്കി. ചെറു ചൂടോട് കൂടിയ ചേമ്പും കാന്താരി ചമ്മന്തിയും ഒക്കെ ചേർത്ത് അവർ അവൾക്കായി എടുത്തു. ഒരുപാട് വേണ്ട ചേച്ചി, 1-2 എണ്ണം മതി. കഴിച്ചു നോക്കിക്കേ, എന്നിട്ട് പറയേ. ബീനയും അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അമ്മച്ചിക്ക് വേണ്ടേ ചേച്ചി? അമ്മച്ചി കൃത്യം 8 മണിയാകുമ്പോൾ കഴിക്കും. അതാ പതിവ്. ഞാൻ വന്ന കാലം മുതൽക്കേ അങ്ങനെയാ. സമയത്തിന് കൊടുത്തില്ലെങ്കിലേ ഇവിടെ മറിച്ചു വയ്ക്കും. ബീന ശബ്ദം താഴ്ത്തി പറഞ്ഞു. അയ്യോ, ആള് ഭീകരിയാണോ ചേച്ചി? ഏയ് അല്ലെന്നേ, പാവമാ. വിശപ്പ് സഹിക്കാൻ മാത്രം പറ്റില്ല. ഈ ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട് വയറ്റിൽ കിടന്ന് എരിച്ചിലാണെന്ന് പറയും. ബീന ചേച്ചി കുറേയേറെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രയെ അത് മുഴുവനും കഴിപ്പിച്ചു. അതിനുശേഷമാണ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേക്കാൻ പോലും സമ്മതിച്ചത്. കുറച്ച് ദിവസങ്ങളായി ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ബീന ചേച്ചിയുടെ അടുത്തെത്തിയപ്പോൾ ഭദ്രയ്ക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു. അവരേറെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഭദ്രയുടെ കൂടെ നിന്നു. ഉച്ചയ്ക്ക് ഊണൊരുക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നീട് ബീനയും ഭദ്രയും കൂടി. ഹരി ഓഫീസിലെത്തിയത് ഓട്ടോറിക്ഷയിലായിരുന്നു. അതും അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. സ്റ്റാഫിൽ ചിലരൊക്കെ അത് കണ്ടിരുന്നു. സാർ, എന്തുപറ്റി? വണ്ടി എവിടെ? സെക്യൂരിറ്റി അവൻ്റെ അരികിലേക്ക് ഓടി വന്നു. എന്തോ ട്രബിൾ. ജോസേട്ടൻ കാപ്പി കുടിച്ചോ? ആ, കഴിച്ചു സാർ, അയാൾ ഭവ്യതയോടെ പറഞ്ഞു. എങ്കിൽ ചെല്ല്, നമുക്ക് പിന്നെ കാണാം. ഹരി ഓഫീസിലേക്ക് കയറിപ്പോയി. ഓരോ സ്റ്റാഫിനും വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്താണ് അവൻ നടന്നു പോകുന്നത്. അങ്ങനെ അവൻ്റെ ക്യാബിനിലേക്ക് കയറി ചെന്നപ്പോൾ ഹരിയുടെ കസേരയിലിരിക്കുന്ന ആളെ കണ്ടതും അവൻ ഒരു നിമിഷത്തേക്ക് അന്തിച്ചു പോയിരുന്നു. അമ്മ, അവൻ പെറുപെറുത്തു. ആ, ഹരിക്കുട്ടാ, ഇന്നെന്തേ വരാൻ ലേറ്റായത്? തൻ്റെ കണ്ണടയൊന്ന് ഇളക്കി വെച്ചുകൊണ്ട് മഹാലക്ഷ്മി ഇരിപ്പിടത്തിൽ ഒന്നുകൂടെ ചാരിയിരുന്നു. ഹരി അവരോട് മറുപടി ഒന്നും പറയാതെ ഫോണിൽ എന്തൊക്കെയോ തിരിഞ്ഞു നിന്നു. ആ പിന്നെ, അമ്മ പറയുന്നതനുസരിച്ച് ആ പീറ പെണ്ണിനെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാൻ നോക്ക് കേട്ടോ മോനെ. അവർ വീണ്ടും പറയുകയാണ്. നിന്റെ ഭാവിക്ക് നല്ലത് അതാണ്. അല്ലാണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതും റെൻ്റൽ ഹൗസിൽ നിന്നും ഓട്ടോ പിടിച്ച് മംഗലത്ത് ഗ്രൂപ്പിൽ വരേണ്ട കാര്യമൊന്നും നിനക്കില്ല കുഞ്ഞെ. നിന്റെ പദവി എന്താണെന്നുള്ളത് നിനക്കല്ലേ അറിയൂ. വെറുതെ അത് കളഞ്ഞു കുളിക്കണ്ട.
ഇക്കുറി ഹരിക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. കാരണം അമ്മയുടെ കരുക്കൾ നീക്കമായിരുന്നു ഇതെല്ലാം. അതാണ് ഇപ്പോഴത്തെ ഈ വരവും. ഹരിയുടെ ഫോണിലേക്ക് അത്യാവശ്യമായിട്ട് ആരോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് അവരോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അമ്മയൊന്ന് എഴുന്നേറ്റ് മാറ്, VK ഗ്രൂപ്പിന് അത്യാവശ്യമായിട്ട് ഒരു മെയിൽ അയക്കാനുണ്ട്. ഫോൺ കട്ട് ചെയ്ത് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൻ അമ്മയോട് പറഞ്ഞു. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല മോനെ, അമ്മ എഴുന്നേറ്റ് മാറാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അത് നിനക്കനുസരിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഇനി ഈ ചെയറിലേക്ക് നിനക്കൊരു സ്ഥാനമുള്ളൂ. ഹരി എന്താണെന്ന അർത്ഥത്തിൽ അമ്മയെ നോക്കി. ഭദ്രയെ ഉപേക്ഷിച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നീ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തണം. അവൾക്ക് പോകുവാനുള്ള സൗകര്യമൊക്കെ ഞാൻ റെഡിയാക്കിക്കൊള്ളാം. അവളെ ഞാൻ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന പേടിയും നിനക്ക് വേണ്ട. അത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാത്തവളൊന്നും അല്ലടാ ഈ മഹാലക്ഷ്മി. പക്ഷേ എനിക്കെപ്പോഴും വലുത് എൻ്റെ 2 മക്കളുമാണ്. അവരുടെ സന്തോഷമായിട്ടുള്ള ജീവിതമാണ്. നിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നത് മൃദുലമോളാണ്. അതുകൊണ്ട് ഭദ്രയെ വിട്ടിട്ട് നിനക്ക് മംഗലത്ത് വീട്ടിലേക്ക് വരാൻ പറ്റുമോ? പറ്റുമെങ്കിൽ മാത്രം ഈ ഓഫീസിൽ ഈ ചെയറിൽ ഇരുന്നാൽ മതി. അല്ല, അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഹരിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഒപ്പം മംഗലത്ത് വീട്ടിലെ യാതൊരു സ്വത്തുക്കളിലും നിനക്കൊരവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. അറിയാലോ, എൻ്റെ പേരിലാ ഈ കണ്ട വസ്തുവകകൾ മുഴുവൻ കിടക്കുന്നത്. അതാരുടെ പേരിലേക്ക് മാറ്റണമെന്നുള്ളതൊക്കെ എൻ്റെ തീരുമാനമാണ്. ഉടനെ തന്നെ അതുണ്ടായിരിക്കുകയും ചെയ്യും. നിനക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഇവിടെ വെച്ച് പറയാം. അതനുസരിച്ച് അമ്മ ചെയ്തു തരും. പക്ഷേ എൻ്റെ കണ്ടീഷൻ നീ അനുസരിക്കണം ഹരിക്കുട്ട. അവനെ മൊത്തത്തിൽ ട്രാപ്പിലാക്കുകയായിരുന്നു മഹാലക്ഷ്മി. മഹാലക്ഷ്മിയുടെ പ്ലാന് എന്താണെന്നുള്ളത് ഹരിക്ക് ഏകദേശം വ്യക്തമായി. അവൻ അമ്മയെ ഒന്നു നോക്കി. കാലിന്മേൽ കാല് കയറ്റി വെച്ച് കൈകൾ രണ്ടും പിണഞ്ഞ് താടിമേൽ മുട്ടിച്ചുകൊണ്ട് അവനെയും അവർ സാഗൂതം നിരീക്ഷിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഹരിനാരായണന് ഈ ഓഫീസിൽ ഇനി കയറണമെന്നുണ്ടെങ്കിൽ ഭദ്രലക്ഷ്മി ഉപേക്ഷിക്കണം, അല്ലേ? അതെ ഹരി, അതിൽ യാതൊരു മാറ്റവുമില്ല. ഓക്കെ ഓക്കെ, അവനൊന്ന് പുഞ്ചിരിച്ചു. അമ്മ പാർട്ടീഷൻ നടത്തുമ്പോൾ ഏകദേശം എത്ര കോടിയുടെ സ്വത്തുവകകൾ വരും എൻ്റെ പേരിലേക്ക്? അവൻ ടേബിളിലേക്ക് 2 കൈകളും ഊന്നി മുൻപോട്ടാഞ്ഞു നിന്നു. 100 കോടിക്ക് മേലെ ആസ്തിയുണ്ട് നമ്മുടെ തറവാടിന്. നമ്മുടെ സ്ഥാപനങ്ങൾ, ഭൂമി, ബിൽഡിങ്സ്, വാഹനങ്ങൾ എല്ലാം നിനക്കറിയാലോ അല്ലേ? ഏകദേശം. അതിൽ ഞാൻ റെഡിയാക്കി എടുത്തതായി എന്തെങ്കിലും ഉണ്ടോ? തൽക്കാലം ഒന്നുമില്ല. 80-85 കോടി സ്വത്തും നിന്റെ അച്ഛനുണ്ടാക്കിയതാ. ബാക്കി അച്ഛൻ ഇതുപോലെ പാർട്ടീഷൻ നടന്നപ്പോൾ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഞാനായിട്ടുണ്ടാക്കിയത് ഒന്നുമില്ല അല്ലേ അമ്മേ? ഉണ്ടോ ഹരി, നീ തന്നെ പറയാ. ഈ കമ്പനിയിൽ എനിക്ക് സ്ഥാനമില്ലല്ലേ? ഇവിടെ എൻ്റേതായി യാതൊരു വ്യക്തിമുദ്രയും പതിഞ്ഞിട്ടില്ല അല്ലേ അമ്മേ? നീ നിന്റെ സേവനം നന്നായി ചെയ്യുന്നു, അതേ എനിക്കറിയൂ. ഈ കമ്പനി എന്ന് പറയുന്നത് നിനക്ക് 2 വയസ്സുള്ളപ്പോൾ ഞാനും അച്ഛനും കൂടി തുടങ്ങിയതാ. നല്ലോണം ഞങ്ങൾ 2 ആളും കഷ്ടപ്പെട്ട് തന്നെയാ ഇത്രത്തോളം പടുത്തുയർത്തിയത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ വിലയുണ്ട് അല്ലേ അമ്മേ? തീർച്ചയായും. ഇന്ന് ഈ നിലയിലേക്ക് വളരുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനും നിന്റെ അച്ഛനും വളരെ നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, നിങ്ങൾ തുടങ്ങി വെച്ചതിൻ്റെ ബാക്കി ഞാനും അനിയേട്ടനും കൂടി ചെയ്തു പോകുന്നു. അതിൽ ഞങ്ങൾക്കത്ര പ്രാധാന്യം ഒന്നും തന്നെയില്ല. എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ ഒറ്റൊരാളുടെ തലയ്ക്ക് മുകളിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നൊരു ചിന്തയുണ്ടെങ്കിലേ അതെടുത്തങ്ങ് മാറ്റിയരേ.
അത്രമാത്രം ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കങ്ങനെ യാതൊരു ചിന്തയുമില്ല. ഞാനും അനിയേട്ടനും പിന്നെ നമ്മുടെ ഓഫീസിലെ ഓരോ സ്റ്റാഫും, എന്തിനേറെ പറയുന്നു ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് വരെ ഈ കമ്പനി ഇത്രമേൽ നന്നായിട്ട് കൊണ്ടുപോകുന്നതിൽ പങ്കുണ്ട്. ഓരോരുത്തരും അവരുടെ കർത്തവ്യം ഏറ്റവും നന്നായി നിർവഹിക്കുന്നത് കൊണ്ടാണ് പുറത്തുനിന്നുള്ള ഒരാൾ പോലും വന്നിട്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് പറയാതെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതെൻ്റെ മാത്രം കഴിവും പ്രാഗൽഭ്യവുമാണെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. ഒരു പത്രസമ്മേളനവും നടത്തിയിട്ടുമില്ല. ഹരിയുടെ ശബ്ദം മാറുന്നതായി മഹാലക്ഷ്മി മനസ്സിലാക്കി. ഓക്കെ ഹരി, ഇപ്പോൾ ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഞാനൊരു നിബന്ധന പറഞ്ഞു. അത് അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിന്റെ തീരുമാനമാണ്. മംഗലത്ത് വീട്ടിലെ ഒരു കന്യയായി തുടരാനാണോ, അതോ എന്താണ് നിന്റെ താല്പര്യം? മംഗലത്ത് വീട്ടിലെ ഒരു കന്യയായി തുടർന്നില്ലെങ്കിൽ ഞാൻ പാപ്പരായി പോകും, അല്ലേ അമ്മേ? അവൻ മഹാലക്ഷ്മിയെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. അതൊക്കെ നീ ആലോചിച്ച് ചെയ്യുക. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളല്ലേ. കൂടുതലൊന്നും ഞാനായിട്ട് പറയുന്നില്ല. ഇപ്പോൾ തന്നെ ഭദ്രലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അതുപോലെ വാടകയ്ക്കൊരു വീടും എടുത്തു. ഇന്നലെ അമ്മ എൻ്റെ കാറിൻ്റെ കീയൊക്കെ വാങ്ങി വെച്ചതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്യുന്നത്. ബാങ്ക് ബാലൻസ് ആയിട്ട് ഏകദേശം ഒരു 15 ലക്ഷം രൂപ കാണും എൻ്റെ അക്കൗണ്ടിൽ. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ സീറോയായി. ആരോരുമില്ലാത്ത ഒരനാഥ പെണ്ണിനെ സ്വന്തം അമ്മ പറഞ്ഞതിനാൽ അമ്മയുടെ വാക്ക് ധിക്കരിക്കാതെ വിവാഹം കഴിച്ചു എന്നൊരു തെറ്റ് ഞാൻ ചെയ്തു. പക്ഷെ അമ്മ എൻ്റെ നല്ലതിനായിരുന്നു ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. ഒന്നും ഞാൻ അറിയുന്നില്ലല്ലോ. അമ്മയുടെ ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്തു. ഇനിയുള്ളത് എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ എടുക്കുന്ന തീരുമാനമാണ്. ഭദ്രലക്ഷ്മിയെ ഉപേക്ഷിച്ചാൽ ഈ കാണുന്ന സ്വത്തുവകകളിൽ പകുതി ഭാഗവും എനിക്ക്. ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇത്രയും കാലം ഏകാധിപതിയായി കഴിഞ്ഞ ഞാൻ ഒരു പൊട്ടക്കിണറ്റിലേക്ക് സ്വയം എടുത്തു ചാടുന്ന അവസ്ഥയാകും, അല്ലേ അമ്മേ? അതല്ലേ അമ്മ പറഞ്ഞു വരുന്നത്? കറക്റ്റ്, അത് തന്നെയാണ് ഹരി. ഓക്കെ. ഒരു വൈറ്റ് പേപ്പർ വലിച്ചെടുത്തിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പേനയെടുത്ത് ഹരി അവിടെ കിടന്ന ഒരു കസേരയിലിരുന്നു. മംഗലത്ത് വീട്ടിൽ ജയപ്രകാശ് മഹാലക്ഷ്മി ദമ്പതികളുടെ ഇളയ മകനായ ഹരിനാരായണൻ എന്ന എനിക്ക് എൻ്റെ കുടുംബത്തിലെ യാതൊരു സ്വത്തുവകകളിലും ഒരവകാശവും വേണ്ടെന്നും അവിടുത്തെ ഒരു മൺതരിക്ക് വേണ്ടി പോലും താൻ യാചിച്ചു വരില്ലെന്നും ഉറപ്പ് നൽകുന്നു. എനിക്ക് വേണ്ടത് എൻ്റെ സ്വത്ത്, എൻ്റെ അവകാശി. അവൾ എൻ്റെ കൂടെയുണ്ട്. ഭദ്രലക്ഷ്മിയെ എനിക്ക് കിട്ടുവാൻ ഒരേ ഒരു കാരണക്കാരിയുള്ളൂ, അതമ്മയാണ്. അതിനായി എന്നും അമ്മയോട് ഞാൻ 100% കൂറു പുലർത്തുന്നവനാണ്. മഹാലക്ഷ്മിയുടെ പേർക്ക് ആ പേപ്പർ വലിച്ചു നീട്ടി ഹരി പറഞ്ഞു. ഇതിന് വാല്യൂ ഇല്ലെന്നൊന്നും അമ്മ കരുതണ്ട. നിയമപരമായിട്ട് തന്നെ അമ്മ മുന്നോട്ട് പോയിക്കോളൂ. മംഗലത്തെ 1 രൂപ പോലും എനിക്ക് വേണ്ടമ്മേ. പിന്നെ ഇപ്പോൾ എൻ്റെ ബാങ്കിൽ കിടക്കുന്ന ബാലൻസ്, അത് ഈ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തതിന് എനിക്ക് അമ്മ തന്ന സാലറിയാണെന്ന് കരുതിയാൽ മതി. ഓക്കെ? ഒരു പുഞ്ചിരിയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന മകനെ നോക്കി മഹാലക്ഷ്മി തരിച്ചു നിന്നുപോയി. സ്വപ്നത്തിൽ പോലും അവർ കരുതിയതല്ല ഇങ്ങനെയൊരു നീക്കം ഹരി നടത്തുമെന്നുള്ളത്. അവസാനത്തെ ഒരറ്റകൈ പ്രയോഗമായിരുന്നു അവർ നടത്തിയത്. പക്ഷേ അതിൽ മഹാലക്ഷ്മി താൻ ജയിക്കുമെന്ന് തന്നെയാണ് ഓർത്തിരുന്നത് പോലും. അതിനേക്കാൾ ഒക്കെ മുകളിലാണ് ഹരിക്ക് തൻ്റെ മനസ്സിൽ ഭദ്രയോടുള്ള സ്ഥാനമെന്ന് അവർക്ക് ഏകദേശം മനസ്സിലായി. തുടരും.